എല്ലാവർക്കും നമസ്കാരം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു ദയനീയ അവസ്ഥയാണ് ഈ വീഡിയോയ്ക്കൊരു കാരണം. ദയനീയ അവസ്ഥ. തെലങ്കാന മുൻ മുഖ്യമന്ത്രിയും BRS നേതാവുമായ ചന്ദ്രശേഖർ റാവു കോൺഗ്രസിനെതിരെ ഒരു മോശം പരാമർശം നടത്തി. അയാൾക്ക് 48 മണിക്കൂർ ഒരു ശിക്ഷ കൊടുത്തു. പ്രചരണം നടത്തരുത്, പ്രചരണ വിലക്ക്. കോൺഗ്രസ് സെക്രട്ടറി വക്താവ് രഞ്ജീവ് സുർജേവാല BJP സ്ഥാനാർത്ഥി ഹേമമാലിനിക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപം നടത്തി. അങ്ങേർക്കും കൊടുത്തു 48 മണിക്കൂർ വിലക്ക്. ഇനി ബംഗാളിൽ BJP സ്ഥാനാർത്ഥി അഭിജിത്ത് ഗംഗോപാധ്യ എന്ന് പറയുന്ന ആൾ മമതാ ബാനർജിയെ അധിക്ഷേപിച്ചു. അത് പിന്നെ BJPക്കാരനായതുകൊണ്ട് 24 മണിക്കൂറേ കൊടുത്തുള്ളൂ. മറ്റൊരു 2 പേർക്കും 48 മണിക്കൂർ കൊടുത്തപ്പം BJPക്കാരനെ അധിക്ഷേപിച്ചപ്പം അത് 24 മണിക്കൂർ ഒരു പ്രചരണ വിലക്ക് കൊടുത്തു. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ നേരത്തേക്ക് പ്രചരിപ്പിക്കാൻ പാടില്ല. കാരണം 24 മണിക്കൂർ നേരത്തേക്ക് ഇവർ പ്രചരിപ്പിച്ചാൽ, പ്രചരണം നടത്തിയാൽ ഇവിടെ ഏതാണ്ട് വലിയ ആനയുണ്ടാകും. ഇത് ഞാൻ പറയാൻ കാരണം 3 പേർക്കും ശിക്ഷ കൊടുത്തു. ഇപ്പോൾ അടുത്ത 3 പേര് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വലിയ കുറ്റം ചെയ്തു. കുറ്റം ചെയ്തത് ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അടുത്ത കുറ്റം ചെയ്തത് രാഹുൽ ഗാന്ധി, പിന്നത്തെ കുറ്റം ചെയ്തത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മല്ലികാർജുനൻ ഖർഗെ. ഇവർ ചെയ്ത കുറ്റങ്ങൾ പറയാം. മോദിയുടെ പരാമർശം: കോൺഗ്രസിൽ അധികാരത്തിൽ വന്നാൽ ജനങ്ങളുടെ സ്വത്തും വെള്ളിയും സ്വർണവും കണക്കെടുത്ത് കൂടുതൽ മക്കളുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകും. ഏപ്രിൽ 21 രാജസ്ഥാനിലെ ബൻസ്വാരയിൽ പറഞ്ഞതാണ്. എന്നതാ? കോൺഗ്രസ് അധികാരത്തിൽ വന്ന ജനങ്ങളുടെ വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും കണക്കെടുത്ത് കൂടുതൽ മക്കളുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കും. ഏപ്രിൽ 21 രാജസ്ഥാനിലെ ബൻസ്വാരയിൽ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്നാന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലാവും എന്നതാ അങ്ങേര് പറഞ്ഞെന്ന്. രാഹുൽ ഗാന്ധി പറഞ്ഞത് BJP ഒരു രാജ്യം ഒരു മതം എന്ന നയം നടപ്പാക്കാൻ ശ്രമിക്കുന്നു. ഏപ്രിൽ 18 കോട്ടയത്ത് വെച്ച് പറഞ്ഞെന്നാണ് പറയുന്നത്. ഒരു ഭാഷ ഒരു മതം എന്ന നയം, ഒരു രാജ്യം ഒരു ഭാഷ ഒരു മതം എന്ന നയം നടപ്പാക്കാൻ ശ്രമിക്കുന്നു. പിന്നെ പറഞ്ഞു തമിഴ് ഭാഷയെയും സംസ്കാരത്തെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അത് ഏപ്രിൽ 12 കോയമ്പത്തൂരിൽ പറഞ്ഞതെന്നാണ് പറയുന്നത്. രണ്ടാമത്തേത് മല്ലികാർജുനൻ ഖർഗെ പറഞ്ഞത് ദളിതനായതുകൊണ്ട് രാമക്ഷേത്ര സമർപ്പണ ചടങ്ങിൽ എന്നെ ക്ഷണിച്ചില്ല. പിന്നെ BJP ഭരണഘടന മാറ്റാൻ ശ്രമിക്കുന്നു. ഇത് രണ്ടും ഏപ്രിൽ 18 ഒരു മാധ്യമ അഭിമുഖത്തിൽ പറഞ്ഞതാണ്. 3 കുറ്റങ്ങളാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുമ്പിൽ ചെന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 3 പേരും കുറ്റം ചെയ്തു എന്ന് കണ്ടെത്തിയിട്ട് 3 പേരും ഉണ്ടല്ലോ. മോദിയുണ്ട്, രാഹുൽ ഗാന്ധിയുണ്ട്, ഖർഗെയുണ്ട്. രാഹുൽ ഗാന്ധിയും ഖർഗെയും മാത്രമായിരുന്നെങ്കിൽ ഓരോ പണി അങ്ങ് കൊടുക്കായിരുന്നു. ഇതിപ്പോൾ മോദിയും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ കാണിക്കും. അതുകൊണ്ട് വളരെ തമാശയായിട്ട് പറയാം. മറ്റേ സിനിമയ്ക്കകത്ത് പറഞ്ഞല്ലേ, എടാ മോനെ BJP വിദ്വേഷ പ്രസംഗങ്ങളൊന്നും നടത്തരുത് കേട്ടോ. കോൺഗ്രസിനോടും പറഞ്ഞു രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന പരാമർശങ്ങളൊന്നും നടത്തരുത്. ഇത് തന്നെ മറ്റേ പുള്ളിയോടും പറഞ്ഞു, രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന പരാമർശങ്ങൾ നടത്തരുത്. 3 പേരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നടപടി എടുത്താൽ ഈ 3 പേർക്കും എതിരെ എടുക്കണം. എന്തൊരു അവസ്ഥയായിപ്പോയി നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ. ഇതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു, കുറേ വർഷം മുമ്പ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട്, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് TN ശേഷൻ എന്ന നട്ടലുള്ള ഒരു മനുഷ്യൻ ഇരുന്നിരുന്നു. തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടത്തേണ്ടതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പവർ എന്താണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയക്കാരൻ പേടിക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്നും ഒക്കെ
ഇന്ത്യയിലെ ജനത്തിന്, രാഷ്ട്രീയക്കാർക്ക് കാണിച്ചു കൊടുത്ത ഒരു മനുഷ്യനായിരുന്നു ടി.എൻ. ശേഷൻ. എന്നാൽ പിന്നീട് വന്ന് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ആൾക്കാർക്കറിയാം ടി.എൻ. ശേഷൻ്റെ പേര് പോലും. സങ്കടത്തോടെ പറയട്ടെ, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറിൻ്റെ പേര് എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ വലിയ സംഭവമായിട്ടല്ല, അറിയാനും മാത്രം ഒന്നുമില്ല. ആരാണ്ടെ പിടിച്ച് അവിടെ കണ്ട് ഇരുത്തിയിട്ടുണ്ട്. ഒന്നും ചെയ്യാനുള്ള ശേഷി അവർക്കില്ല. അവർ പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ, അങ്ങനെയൊക്കെ ചെയ്താൽ ദോഷമുണ്ട്. ഇത്രയും പറയാനാണോ ഇത്രയും അധികാരമുള്ള കമ്മീഷനെ ഇരുത്തിയേക്കുന്നത്? അപ്പോൾ ഓർക്കുകയാണ്, ആ ടി.എൻ. ശേഷനൊക്കെ ആ സീറ്റിലെങ്ങാനും ഇരുന്നായിരുന്നെങ്കിൽ ഇത് എന്തായിരുന്നേനും കഥ, ഇത് എന്തായി മാറിയേനും കഥ. അങ്ങനെയാണെങ്കിൽ ആ ദയനീയ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നോർത്ത് സഹതപിക്കുകയല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുകയല്ലോ. അങ്ങനെ ആയിപ്പോയില്ലേ സാഹചര്യങ്ങൾ. അങ്ങനെ ദയനീയ അവസ്ഥയിലായിപ്പോയല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.